നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിലെ സ്വകാര്യ മേഖലാ കമ്പനികൾക്കുള്ള സമയപരിധി അവസാനിച്ചു. ഈ വർഷം നടപ്പിലാക്കേണ്ട 1% സ്വദേശിവത്കരണം ജൂലൈ 7-നകം പൂർത്തിയാക്കണമെന്നാണ് കമ്പനികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. സമയപരിധി കഴിഞ്ഞ ദിവസം അവസാനിച്ചതിനാൽ ഇന്നു മുതൽ സ്ഥാപനങ്ങളിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ കർശന പരിശോധന നടക്കും. 50-ഓ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ ഈ വർഷം ആദ്യ പകുതിയിൽ 1% സ്വദേശിവത്കരണം നടപ്പിലാക്കിയെന്ന് ഉറപ്പാക്കാനാണ് പരിശോധന നടത്തുന്നത്. നടപ്പിലാക്കിയ സ്ഥാപനങ്ങളിൽ കൃത്യമായി സ്വദേശികളെ നിയമിച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അതുപോലെ നിയമിക്കാത്ത കമ്പനികൾക്കെതിരെ നടപടികളും ഉണ്ടാകും. സ്വദേശിവത്കരണം കൂടുതൽ എളുപ്പത്തിൽ സാധ്യമാക്കുന്നതിന് നാഫിസ് പ്ലാറ്റ്ഫോമിൽ പുതിയ പരിഷ്കാരങ്ങളും കൊണ്ടുവന്നിരുന്നു. ഇതിലൂടെ സ്വകാര്യ കമ്പനികൾക്ക് തൊഴിൽ അവസരങ്ങൾ കൂടുതൽ കൃത്യതയോടെ പോസ്റ്റ് ചെയ്യാനും യോഗ്യതയുള്ള സ്വദേശി തൊഴിൽ അന്വേഷകർക്ക് അവ എളുപ്പത്തിൽ മനസ്സിലാക്കി തൊഴിൽ നേടാനും സാധിച്ചിരുന്നു. അതിനാൽ അർദ്ധവാർഷിക സ്വദേശിവത്കരണം നടപ്പാക്കാൻ ഇത്തവണ കമ്പനികൾ വലിയ പാടുപെടേണ്ടി വന്നിട്ടുണ്ടാകില്ല. ഇപ്പോൾ തന്നെ ഒട്ടുമിക്ക കമ്പനികളും പ്രവാസികൾ ജോലി ചെയ്തിരുന്ന തസ്തികയിൽ നിന്നും അവരെ ഒഴിവാക്കി പകരം എമിറാത്തികളെ നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അർദ്ധവാർഷിക സ്വദേശിവത്കരണം നടപ്പാക്കിയതിലൂടെ എത്ര പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നത് സംബന്ധിച്ച കണക്കുകളെല്ലാം തന്നെ പുറത്തുവരും. 5 വർഷത്തിനകം 75,000 സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുകയാണ് UAE-യുടെ ലക്ഷ്യം. സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദഗ്ധ തൊഴിൽ രംഗത്ത് ഓരോ വർഷവും 2% സ്വദേശികളെ നിയമിക്കണം എന്നാണ് UAE തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഇത്തരത്തിൽ ഓരോ വർഷവും 2% സ്വദേശിവത്കരണം നടപ്പാക്കി 5 വർഷം കൊണ്ട് സ്വദേശിവത്കരണം 10%-ലെത്തിക്കുന്ന തരത്തിലുള്ള പദ്ധതിയാണ് കഴിഞ്ഞ വർഷം UAE ക്യാബിനറ്റ് പ്രഖ്യാപിച്ചത്. കമ്പനികൾ നിയമലംഘനം നടത്തിയാൽ 42,000 ദിർഹമാണ് പിഴ. സ്വദേശിവത്കരണ നിബന്ധനകളിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിക്കുന്ന കമ്പനികൾക്ക് ആദ്യ തവണ 1,00,000 ദിർഹമായിരിക്കും പിഴ ചുമത്തുകയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രണ്ടാം തവണയും നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ പിഴത്തുക 3,00,000 ദിർഹമായി ഉയരും. മൂന്നാം തവണയും സമാനമായ കുറ്റകൃത്യം സ്ഥാപനത്തിൽ കണ്ടെത്തിയാൽ പിഴത്തുക 5,00,000 ദിർഹമായി ഉയരും. ഇതിനു പുറമെ ഇത്തരത്തിൽ പിടിക്കപ്പെടുന്ന സ്ഥാപനം നിയമപ്രകാരമുള്ള സ്വദേശിവത്കരണം നടപ്പാക്കുകയും വേണം. UAE-യിലെ സ്വകാര്യ മേഖലയിൽ 2026-ഓടെ 10% സ്വദേശിവത്കരണമാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇന്നു മുതൽ കമ്പനികളിൽ പരിശോധന തുടങ്ങുകയാണ്. സ്വദേശിവത്കരണം നടപ്പാക്കാത്ത കമ്പനികൾ പരിശോധനയിൽ പിടിവീഴും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.